Hi Hi guys, guys, welcome back to Mallu Red Girl. നമ്മുടെ തിങ്സ് ടു നോ ബിഫോർ യു ട്രാവൽ ടു ലഡാക്ക് സീരീസിന്റെ പാർട്ട് 2 ആണിത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റൂട്ട്, അവിടുത്തെ ക്ലൈമറ്റ്, ബെസ്റ്റ് ടൈം ടു വിസിറ്റ്, അക്ലമറ്റൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. പാർട്ട് 2 നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ കോസ്റ്റ്, ഏത് ബൈക്ക് എടുക്കണം, ആ ബൈക്കിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യണം, ഏത് റൈഡിംഗ് ഗിയർ എടുക്കണം, പിന്നെ എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെയാണ്. നിങ്ങളിപ്പോൾ ഒരു ബോയ്സിന്റെ ഗ്രൂപ്പ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് ഈ ലഡാക്ക് റൈഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഒരു റൂമിന് ഏകദേശം ഒരു 1500 ആവറേജ് അവിടെ വരുന്നത്. നിങ്ങൾ പെർ റൂം ഒരു 3 പേര് 4 പേരൊക്കെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ആക്കിയിട്ടൊക്കെ കയറുന്നുണ്ടെങ്കിൽ ചിലവ് നല്ലോണം കുറയും. നിങ്ങൾ ഇവിടുന്നേ ഓടിച്ചു പോവുകയാണെങ്കിൽ പല ബജറ്റിലും നമുക്ക് റൂം കിട്ടും. 500-നും 800-നും വേണമെങ്കിൽ 2000-നും 5000-നും പെർ ഡേ 150 റുപ്പീസിന് വരെ റൂംസ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അതേതാണെന്ന് എന്നോട് ചോദിക്കുന്നത് അറിയില്ല. നമ്മൾ കണ്ട ഒരാള് അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ആ ഒരു റൂമിലൊക്കെ താമസിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഗ്രൂപ്പായിട്ട് പോകുന്ന സമയത്ത്, നിങ്ങൾ ബോയ്സ് മാത്രം പോകുന്ന സമയത്ത് വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും. ഈവൻ നിങ്ങൾക്ക് ടെന്റിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പൊ സ്റ്റേന്റെ പ്രൈസ് കംപ്ലീറ്റ്ലി അങ്ങ് ഒഴിവാകും. പക്ഷേ ബീങ് എ വുമൺ ലിവിംഗ് ഇൻ ഇന്ത്യ ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ കഴിഞ്ഞ കൊല്ലം കേറ്റുകയും ചെയ്ത സമയത്ത് ഒരു പ്രാവശ്യം മാത്രം ടെന്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിചാരിച്ച അത്രയും ഒരു സേഫ് കംഫർട്ടബിൾ ഫീലിംഗ് ഇല്ല. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ടെന്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഹോട്ടലിന് ഏകദേശം ഒരു 1500 ബജറ്റാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ടാക്സ് അടക്കം മിക്കവാറും 2000-നടുത്ത് അതാവാറുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരു ബോയ്സ് ട്രിപ്പ് പോയതും ഒരു ഫാമിലി അതല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾസ് ഫ്രണ്ട്സിന്റെ കൂടെ ട്രാവൽ ചെയ്യുന്നതും തമ്മിൽ നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. നമ്മൾ അവരുടെ സെക്യൂരിറ്റി, സേഫ്റ്റി വിട്ടൊരു കളി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏകദേശം 1500 രൂപ ആവറേജ്, 1500-2000 രൂപ ആവറേജ് ആയിരുന്നു പെർ ഡേ താമസത്തിന് വേണ്ടി ചെലവാക്കിക്കൊണ്ടിരുന്നത് ലഡാക്ക് എത്തുന്നത് വരെ. അതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ 2 നേരമാണ് മെയിൻ ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നത്. അത് തന്നെ നമ്മൾ ഫുഡ് ഷെയർ ചെയ്യായിരുന്നു ചെയ്തത്. പിന്നെ ഫ്യുവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മുടെ വണ്ടീന്റെ മൈലേജിനെയും നമ്മുടെ റൈഡിങ് സ്റ്റൈലിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ മിക്കവാറും എല്ലാ ദിവസവും ഒരു ആവറേജ് 1000 രൂപ അതിനു വേണ്ടി പോയിട്ടുണ്ട് ഒരു വണ്ടിക്ക്. ഇത് തന്നെ ലഡാക്കിൽ എത്തിയതിനു ശേഷം ഏകദേശം 1500 എന്നുള്ളത് 2000-നടുത്തായിട്ടുണ്ടായിരുന്നു നമുക്ക് സ്റ്റേന് വേണ്ടിയിട്ട്. ലേയിൽ എത്തിക്കഴിഞ്ഞാല് ഫുഡ് ഈസ് ഡെഫിനറ്റ്ലി എക്സ്പെൻസീവ്. ഇത്രയും നാൾ നമ്മൾ ഹൈവേയിൽ കഴിച്ച സെയിം ഫുഡിന് ലഡാക്കിൽ എത്തുമ്പോഴത്തേക്കും, ലേയിൽ എത്തുമ്പോഴത്തേക്കും പ്രൈസ് ഡെഫിനറ്റ്ലി കൂടുതലായിരിക്കും. അപ്പോൾ ലഡാക്കിൽ എത്തിയതിനു ശേഷം നമ്മുടെ ആവറേജ് ചെലവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2000-2500 ആണ് നമുക്ക് രണ്ടുപേർക്കും കൂടി റൂമിനായിട്ടുണ്ടായിരുന്നത് ആവറേജ്. ഫുഡിന് ഹോം സ്റ്റേ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ഫുഡ് അവർ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതല്ലാതെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കേണ്ടി വരുന്ന സമയത്ത് ഏകദേശം ഒരു 500 രൂപ നമുക്ക് രണ്ടുപേർക്കും കൂടി ആവാറുണ്ട്. മിനിമം. ഫ്യൂവലിൻ്റെത് നമ്മൾ 2 ദിവസം കൂടുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ അടിക്കാമെന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ദിവസം തന്നെ നമുക്ക് പെട്രോൾ ബാക്കിയായിരുന്നു. കാരണം നമ്മൾ ചെറിയ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുക. മാക്സിമം ഒരു 200 കിലോമീറ്റേഴ്സ് ഒക്കെയാണ് പെർ ഡേ നമ്മൾ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ ലഡാക്കില്. പക്ഷെ നിങ്ങളിപ്പോ ഒരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു 500 രൂപ 800 രൂപയൊക്കെ റൂമൊക്കെ 4 പേർക്ക് സുഖമായിട്ട് ഷെയർ ചെയ്ത് താമസിക്കാൻ വേണ്ടി പറ്റും. ഫുഡും അതുപോലെ തന്നെ രണ്ടുപേര് ഷെയർ ചെയ്യാം. അപ്പോൾ ചെലവ് അത്യാവശ്യം നല്ലോണം കുറയും. പെട്രോൾ അടക്കം 2 പേര് ഒരു വണ്ടിയിലൊക്കെ ആണെങ്കിൽ പെട്രോളൊക്കെ നല്ലോണം കുറയും, ചെലവ് നല്ലോണം കുറയും. അപ്പോ ഞങ്ങൾ ആസ് എ ഫാമിലി പോകുന്നതും നിങ്ങൾ സോളോ അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്രൂപ്പ് ആയിട്ട് പോകുന്നത്, നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നതായിട്ട് കോസ്റ്റുമായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സോ ഞങ്ങളിപ്പോ പറഞ്ഞത് ഒരു റഫ് ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 1500 രൂപേന്റെ സ്റ്റേ, പെർ ഡേ ഒരു 1000 രൂപേന്റെ പെട്രോള്, ഫുഡ് ഒരു 500 രൂപ. നമ്മൾ ആ ഒരു രീതിയിലാണ് ഞങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ എക്സാക്ട് എമൗണ്ട് നമ്മൾ പറയുന്നില്ല, ബിക്കോസ് അത് അതിലും കൂടുതലാണ്. കാരണം ഞങ്ങൾ കുറച്ചൊരു കംഫർട്ടബിൾ ആയി കുറച്ചുകൂടി ഒരു ലക്ഷറി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നമ്മൾ അതിനനുസരിച്ച് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങൾ ഒരിക്കലും ഒരു ബഡ്ജറ്റ് ട്രാവലർ ആണെന്ന് ഞങ്ങൾ പറയൂല. അപ്പോ ഇതൊരു ആവറേജ് അല്ലെങ്കിൽ ഒരു ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കോസ്റ്റ് ഇപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തത്. ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഏത് വണ്ടിയാണ് ലഡാക്കിൽ റൈഡ് ചെയ്യാൻ നല്ലത്? വണ്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ആബ്സല്യൂട്ട് പ്രിഫറൻസ് ആണ്. കാരണം അവിടെ CT100 പോലത്തെ ചെറിയ ബൈക്കുകൾ എടുത്തിട്ട് വരുന്ന ആൾക്കാരുണ്ട്, സ്കൂട്ടി എടുത്തിട്ട് വരുന്ന ആൾക്കാരുണ്ട്, സൈക്കിളിൽ വരുന്ന ആൾക്കാരുണ്ട്, ഓട്ടോ റിക്ഷ എടുത്തിട്ട് വരുന്ന ആൾക്കാരുണ്ട്, സൂപ്പർ ബൈക്കിൽ വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് ചെറിയ CC ഉള്ള ബേസിക് വണ്ടി എടുത്ത് നിങ്ങൾക്ക് പോകാനുള്ള ഒരു വില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഡസൻ മാറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും നല്ല വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള വണ്ടിയാണ്. അതെ, അതിന് അങ്ങനെ ഇന്നൊരു വണ്ടിയാണ് ബെസ്റ്റ് എന്നൊന്നുമില്ല. അവിടെ പോയിട്ട് അവിടെ നിന്ന് റെന്റിന് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം വണ്ടി എടുത്തിട്ട് പോകാനാണ്.
കാരണം റെന്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ വണ്ടിന്റെ കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല. അത് പക്ഷെ നമ്മുടെ വണ്ടി എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇതിപ്പോ ഒരു ലഡാക്ക് സർക്യൂട്ട് കഴിഞ്ഞിട്ട് ഇന്നലെ കൊണ്ടുവച്ച വണ്ടിയായിരിക്കും നമുക്ക് ഇന്ന് തരുന്നത്. സർവീസ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇല്ല, പറയാൻ പറ്റില്ല. നമ്മൾ സംസാരിച്ച കുറേ പേർക്ക് റെന്റൽ വണ്ടി എടുത്ത കുറേ പേർക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വന്തം വണ്ടി എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പുതിയൊരു വണ്ടി വാങ്ങിച്ചിട്ടാണ് അങ്ങോട്ട് പോകാൻ നോക്കുന്നെങ്കിൽ അഡ്വഞ്ചർ വണ്ടി വാങ്ങിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ. പക്ഷെ വി പ്രിഫർ അഡ്വഞ്ചർ ബൈക്സ് ബിക്കോസ് എന്റെ അഡ്വഞ്ചർ ബൈക്ക് അല്ല, എന്റെ ഹൈറ്റിന് പറ്റിയൊരു ബൈക്കാണ് ഞാൻ എടുത്തത്. ഞങ്ങൾ എടുത്തത് ഹിമാലയൻ 450യും ഗറില്ല 450 ആയിരുന്നു. രണ്ടുപേർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്താ പറയണ്ടേ, നമ്മുടെ വാട്ടർ ക്രോസിംഗ്, സാൻഡ്, ഗ്രാവല് എല്ലാ സ്ഥലത്തേക്കും കൂടി നമ്മൾ സുഖമായിട്ട് ഓടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഹിമാലയയിൽ കുറച്ചുകൂടി സുഖമായിരുന്നു. ഗറില്ലയിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഹിമാലയനെ പോലൊരു വണ്ടിയല്ല ഗറില്ല എന്നുള്ളതിന്റെ ബുദ്ധിമുട്ടല്ലാതെ ഓഫ് റോഡ് ആണെങ്കിലും എനിക്ക് അത് ഓക്കെ ആയിരുന്നു ബൈക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള വണ്ടി ഏതാണോ അതെടുത്ത് പോവാൻ നിങ്ങൾക്ക് അത് ഓക്കെ ആവുന്നിടത്തോളം കാലം. മോഡിഫിക്കേഷൻസ് പറയുന്ന സമയത്ത് ഏറ്റവും ആദ്യം പറയേണ്ട ഒരു കാര്യം ഞങ്ങളുടെ ബൈക്കിൽ ഞങ്ങൾ ചെയ്തത്, അതായത് വരുണിന്റെ ഹിമാലയനിൽ ഞങ്ങൾ ബൈക്ക് വാങ്ങുന്ന സമയത്ത് ചെയ്തൊരു മോഡിഫിക്കേഷൻ ആണ്. ഹിമാലയൻ വരുന്നത് നമ്മുടെ ട്യൂബ്ലെസ് ടയർ ആയിട്ടില്ല, വിത്ത് ട്യൂബ് ആണ് വരുന്നത്. അപ്പൊ ഞാൻ വാങ്ങുമ്പോൾ തന്നെ അവരോട് പറഞ്ഞു എനിക്ക് ട്യൂബ്ലെസ് ആണ് വേണ്ടത്. അതുകൊണ്ട് അത് ഇറക്കിയിട്ട് ഞങ്ങൾക്ക് തരുന്നത് ട്യൂബ്ലെസ് ആയിട്ടാണ്. പഞ്ചർ റിപ്പയർ കിറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്യൂബ്ലെസ് ടയർ തന്നെ വേണം. അതുപോലെ ഒരു സമാധാനമാണ്, ട്യൂബ്ലെസ് ആണെങ്കിൽ നമുക്ക് കുറച്ച് കാറ്റ് കയറിയിട്ട് അടുത്ത സ്ഥലത്തേക്കെങ്കിലും എത്താൻ എന്നുള്ളൊരു സമാധാനം. കഴിഞ്ഞ വർഷം നമ്മൾ ഹിമാലയൻ 411 കേറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ടെൻഷൻ ആയിരുന്നു പഞ്ചർ കിട്ടുമെന്ന്. ബിക്കോസ് ആളില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്റ്റക്ക് ആവുകയുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. വരുൺ ആക്ച്വലി നല്ല സമയത്താണ് ആ ഒരു അപ്ഗ്രേഡ് ചെയ്തത്. ആ സമയത്ത് 14,000 അങ്ങനെ എന്തോ ആയിരുന്നു ആ ഒരു 12,000 എനിക്ക് അതിന് ചെലവായിട്ടുണ്ടായിരുന്നു. ഇപ്പോ 20-40 എന്തോ ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് ലഡാക്ക് സർക്യൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ബൈക്കിൽ ചെയ്ത മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യം പറയേണ്ടത് ഹാൻഡിൽ ബാർ റേസർ ആണ്. അതില്ലാതെ നമുക്ക് ഇത്രയും ദൂരത്തേക്ക് നമ്മളിപ്പോ ഒരു ബ്രേക്ക് എടുക്കാതെ 200 കിലോമീറ്റർ ഓടിച്ച ദിവസങ്ങളുണ്ട്. അതുപോലെ 2 മണിക്കൂറൊക്കെ ഓടിക്കുമായിരുന്നു. ബീങ് എ ബിഗിനർ എനിക്കത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ആ ഒരു ഹാൻഡിൽ ബാർ റേസർ. ഞങ്ങള് ബാംഗ്ലൂരിലെ 6 കിയോം ബംഗളൂരു എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്ന് അവരുടെ തന്നെ ഹൈപ്പർ റൈഡർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഹാൻഡിൽ ബാർ റേസർ ആക്സസറീസ് എല്ലാം ഞങ്ങൾ അവരുടെയാണ് ചെയ്തത്. പക്ഷെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് ഈസ് ദി ഹാൻഡിൽ ബാർ റേസർ. അത് തന്നെ ഇത് അഡ്ജസ്റ്റബിൾ ഹാൻഡിൽ ബാർ റേസർ ആണ്. അതായത് നമുക്ക് അതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് അത് ചെയ്യാൻ വേണ്ടി പറ്റും. ആദ്യം തന്നെ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വഴിയിൽ നിന്ന് മാനുവലി ചെയ്യാൻ പറ്റും എന്നല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതൊരു ഫിക്സഡ് ഹൈറ്റ് അല്ല, നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നമ്മുടെ റൈഡിംഗ് സ്റ്റൈലിനനുസരിച്ച് നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റും എന്നാണ് അഡ്ജസ്റ്റബിൾ എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ ബൈക്കിൽ ഇൻസ്റ്റാൾ ചെയ്ത ഒരു കാര്യമാണ് ലൈറ്റ്. മാഡോഗിന്റെ ലൈറ്റ് ആണ് നമ്മൾ രണ്ടുപേരും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്റെ റേജും ഇവളയില് ലൈക്ക് എന്ന് പറയുന്ന വേരിയന്റും. റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ദൂരത്തേക്ക്, അതാണ് ബീം കുറച്ചുകൂടി ദൂരത്തേക്ക് കാണാൻ പറ്റും. ഹൈവേസിലൊക്കെ അങ്ങനെ എന്തൊക്കെയാണ് അതിന്റെ റേഞ്ച് വരുന്നത്. ഹൈവേയിൽ ദൂരത്തേക്ക് അത് കാണാൻ പറ്റും. ഇവളത് കുറച്ചുകൂടി സ്പ്രെഡ് ആയിട്ടാണ് വരിക. അതായത് തൊട്ടടുത്തുള്ള ഇതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ രണ്ടുപേരും കൂടി അത്യാവശ്യം നല്ല വിസിബിലിറ്റി കിട്ടും. പിന്നെ ഞങ്ങൾ സാഡിൽ ഗറില്ലയിൽ പിന്നെ പറയാൻ മാത്രമുള്ള മോഡിഫിക്കേഷൻസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അത്രയും എന്റെ ഒരു ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ലോങ് റൈഡ് ആസ് എ സിംഗിൾ ബൈക്കർ എന്നുള്ള രീതിയിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വെയിറ്റ് വെക്കാനും ഒന്നും ഞങ്ങൾ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഹിമാലയന് ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാഡിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഹൈപ്പർ റൈഡറിന്റെ തന്നെയായിരുന്നു. അതേപോലെ ടോപ്പ് ബോക്സിന്റെ പ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരിയർ, അതും നമ്മള് ഹൈപ്പർ റൈഡർ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എഞ്ചിൻ ഗാർഡും ക്രാഷ് ഗാർഡ് അതും ഹൈപ്പർ റൈഡർ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റുള്ള ബ്രാൻഡുകൾ ചിലതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഷാസിലേക്ക് കണക്ട് ചെയ്തിട്ട് കാണാം. ഇത് നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ തന്നെ ക്രാഷ് ഗാർഡ് എവിടേക്കാണോ മൗണ്ട് ചെയ്തിട്ടുള്ളത് അവിടെ മാത്രമാണ് ഇത് മൗണ്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കധികം പേടി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഒരു ഇഷ്യൂസും വന്നിട്ടുണ്ടായിരുന്നില്ല താങ്ക്ഫുള്ളി. സോ മോഡിഫിക്കേഷൻസ് എന്ന് പറയാൻ ഞങ്ങൾ ചെയ്തതാണ്. പിന്നെ ഒരു മൊബൈൽ ഹോൾഡർ, ഈവൻ ദോ നമുക്ക് റോയൽ എൻഫീൽഡിന്റെ ആ ഒരു കൺസോളിൽ നമുക്ക് നമ്മുടെ ഫോൺ ക്ലോൺ ചെയ്യാൻ പറ്റുമെങ്കിലും അത് അത്ര യൂസ്ഫുൾ ആയിട്ട് പേഴ്സണലി ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. സോ മാഡ്ഡോഗിന് തന്നെ ക്ലോ എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഹോൾഡറാണ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്റെ ഫോൺ X200 Pro ആണ്. ഞാൻ ആ ഒരു ഫോൺ വെച്ചിട്ട് ഞാൻ അത് മാപ്പ് വെച്ച് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഫോണിന്റെ ക്യാമറക്ക് പ്രശ്നങ്ങളൊന്നും മറ്റേ സ്റ്റെബിലിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല താങ്ക്ഫുള്ളി. ഇതിൽ ആന്റി വൈബ്രേഷൻ ഡാമ്പർ ഉള്ളത് കൊണ്ട് നമ്മുടെ ക്യാമറക്ക് ആ ഒരു പ്രശ്നം വരില്ല. നമ്മുടെ ബിൽറ്റിൻ കൺസോളിലുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ മിററിംഗ് ആണ് നടക്കുന്നത്. അതായത് നമുക്ക് ഫുൾ ടൈം അത് ഓണാക്കി വെക്കുക ചെയ്യണം. അതിപ്പോ നമ്മളിപ്പോ ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാഗിന്റെ അകത്താണ് വെച്ചെങ്കിലും അത് വല്ലാണ്ട് ചൂടാകും ഫോൺ. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് പുറത്താണെങ്കിൽ അതേപോലെ ഫോൺ ഓഫ് ആയി കഴിഞ്ഞാൽ ഇത് പോയി. അതെ അതെ, വീണ്ടും ഇത് റീസെറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനൊക്കെ ഭയങ്കര വി ഫെൽറ്റ് റിയലി ഡിഫിക്കൽട്ട് അല്ലേ, കൺവീനിയന്റ് ആയിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ്
നമ്മൾ ഓൾഡ് സ്കൂൾ മുമ്പിൽ ആ Mobile. വെച്ചത്. ഹോൾഡർ വെച്ചത്. ഇനി റൈഡിംഗ് ഗിയേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ വി ഓൾവേസ് പ്രിഫർ യു വെയർ എ ഫുൾ സെറ്റ് ഓഫ് റൈഡിംഗ് ഗിയർ ഇൻക്ലൂഡിംഗ് റൈഡിംഗ് ബൂട്ട്. ഒരു നല്ല ഹെൽമെറ്റ്, ഒരു റൈഡിംഗ് ജാക്കറ്റും പാന്റും, ഒരു റൈഡിംഗ് ബൂട്ടും. ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഫുൾ ടൈം റൈഡർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് റൈഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റൈഡിംഗ് ഗിയേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ ലേ ലഡാക്കിൽ പോയി കഴിഞ്ഞാൽ ലേയിൽ നിങ്ങൾക്ക് റെന്റിനൊക്കെ റൈഡിംഗ് ഗിയേഴ്സ് കിട്ടും. അത് എത്രത്തോളം കംഫർട്ടബിൾ ആണ്, റിലയബിൾ ആണെന്ന് എനിക്കറിയില്ല. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റൈഡേന്റെ ഒരു ഫീമെയിൽ ജാക്കറ്റ് ആണ്. നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇല്ല. ഞാനത് ഫസ്റ്റ് ടൈം ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഐ ഫെൽറ്റ് റിയലി കംഫർട്ടബിൾ. എനിക്കത് ബ്രേക്ക് ആവാനും കംഫർട്ടബിൾ ആവാനൊന്നും അത്രയും സമയം എടുത്തില്ല. ഫസ്റ്റ് ഡേ തന്നെ എനിക്കത് സെറ്റിൽ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ സൊളൈസിന്റെ റൈഡിംഗ് ബൂട്ട്, അതേപോലെ ഹെൽമെറ്റ് ഞാൻ യൂസ് ചെയ്യുന്ന LS2ന്റെ FF800 എന്ന് പറയുന്ന ഒരു ഹെൽമെറ്റ് ആണ്. എനിക്ക് ആ ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് ഭയങ്കര എന്താണ്, സേഫ് ആയിട്ടും റൈഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കോൺഫിഡൻസ്. ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്ന ഒരാളാണ്. അപ്പൊ 120, 130 ഞാൻ ക്രൂസ് ചെയ്യുന്ന സമയത്തും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. റൈഡിംഗ് ഗിയേഴ്സ് നമ്മളെ കംപ്ലീറ്റ്ലി പ്രൊട്ടക്ട് ചെയ്യുന്നല്ല, പക്ഷെ നമ്മൾ നോർമൽ ക്ലോസ് ഇട്ട് പോകുന്നതിനേക്കാളും എത്രയോ മടങ്ങ് കംഫർട്ടബിൾ ആൻഡ് കോൺഫിഡന്റ് എനിക്ക് ഫീൽ ചെയ്തത് റൈഡിംഗ് ഗിയേഴ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തായിരുന്നു. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റൈനോക്സിന്റെ സ്റ്റോം ഇവോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് കംപ്ലീറ്റ് സെറ്റ് ആയിരുന്നു. എന്റെ ബൂട്ട് റൈനോക്സിന്റെ തന്നെ ക്രാംസ്റ്റർ എന്ന് പറഞ്ഞ ഒരു സബ് ബ്രാൻഡ് ഉണ്ട് അവരുടെ. അതിന്റെ ഒരു ബൂട്ടായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ക്രാംസ്റ്ററിന്റെ. ഏകദേശം 6000 അടുത്താണ് അതിന്റെ പ്രൈസ് വരുന്നത്. ഇവളതും ഏകദേശം 6000 തന്നെയാണ് വരുന്നത്. പക്ഷെ എനിക്ക് കണ്ടൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രാംസ്റ്ററിന്റെ കുറച്ചുകൂടി വലുതാണ്, അതുപോലെ വാട്ടർ റെസിസ്റ്റൻസും കുറച്ചുകൂടി കൂടുതലാണ്. വലുതാണ് ഇൻ ദ സെൻസ് കാലിലേക്കുള്ള ഹൈറ്റ് കൂടുതലാണ്, നമ്മുടെ ഷിന്നിലേക്കുള്ള കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ട് അതിന്. സൊലൈസിന്റെ ഇവള് യൂസ് ചെയ്തതിൽ എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ അത്രയും വാട്ടർ റെസിസ്റ്റന്റ് ആയിരുന്നില്ല. അതുപോലെ ഹൈറ്റും കുറവായതുകൊണ്ട് വാട്ടർ ക്രോസിംഗിലൊക്കെ പെട്ടെന്ന് വെള്ളം കയറുന്നുണ്ട്. കയറുന്നുണ്ടായിരുന്നു. പിന്നെ റൈഡിംഗ് ഗ്ലൗസ് ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്യുന്ന റൈനോക്സിന്റെ സ്റ്റോം ഇവോ എന്ന് പറയുന്ന സീരീസിലുള്ള റൈഡിംഗ് ഗ്ലൗസ് ആണ്. അതേപോലെ ഞങ്ങൾ വാട്ടർ പ്രൂഫ് റൈഡിംഗ് ഗ്ലൗസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കാലൈന്റെ ഒരു വാട്ടർ പ്രൂഫ് റൈഡിംഗ് ഗ്ലൗസ് ആണ് യൂസ് ചെയ്തത്. പക്ഷെ അതിനേക്കാൾ എനിക്ക് തോന്നുന്നു റൈനോക്സിന്റെ ഡ്രൈ ഐസ് ആണ് കുറച്ചുകൂടി ബെറ്റർ. ഞാൻ കംഫർട്ട് മാത്രം നോക്കി എടുത്തൊരു സാധനമായിരുന്നു. പക്ഷെ അതിൽ ഞാനിപ്പോ റിഗ്രറ്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ സ്കാല ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല പേഴ്സണലി. നമ്മൾ റെയിൻ ലെയർ ആണ് വിൻഡ് ചീറ്റർ ആയിട്ട് തണുപ്പടിക്കാതിരിക്കാനും യൂസ് ചെയ്ത്. റേഡിയുടെ ഹൈവിസ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആണ്. ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള പല പ്രൊഡക്റ്റും പലരും ഇറക്കിയിട്ടുണ്ട്, പല ബ്രാൻഡിന്റെ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് റൈഡിന്റെ ആണ്. ഞങ്ങൾ ഒരുപാട് റെയിൻ ലെയേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ വാട്ടർ സീപ്പേജ് അതിനകത്ത് നമുക്ക് റൈഡിന്റെ ഉണ്ടായിട്ടില്ല. അപ്പൊ റൈഡിംഗ് ഗിയേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഈ വിൻഡ് ചീറ്ററിന്റെ കാര്യം, ഈ വാട്ടർ പ്രൂഫ് ഗ്ലൗസിന്റെ കാര്യം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലഡാക്കിൽ ഭയങ്കര തണുപ്പാണ്, കാറ്റടിക്കും. അപ്പൊ നമ്മുടെ നോർമൽ ഗ്ലൗസ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതേപോലെ നമ്മള് റൈഡിംഗ് ഗിയേഴ്സിനകത്ത് ഓൾറെഡി തെർമൽ ലെയേഴ്സ് ഇട്ടിട്ടുണ്ട്, മൾട്ടിപ്പിൾ ടീഷർട്ട്സ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റെയിൻ ലെയർ കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാറ്റടിക്കുന്നത് കുറയും നമ്മുടെ ബോഡിയിലേക്ക്. സോ ഇറ്റ് വിൽ ബി മോർ കംഫർട്ടബിൾ. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞത്. അതുപോലെ ഫുൾ ഗോൺലെറ്റ് ഗ്ലൗസ് ധരിക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ തണുപ്പും അതുപോലെ ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അവിടേക്ക് ഇപ്പൊ ഒരു 10 ഡിഗ്രി ആണെങ്കിൽ പോലും നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആ 10 ഡിഗ്രി എന്നുള്ള മൈനസ് എന്നൊക്കെ തോന്നിപ്പോകും, അത്രയും തണുപ്പാണ് അവിടെ. ഇനിയിപ്പോ ലഗേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ റൈഡേഴ്സിനോട് പ്രത്യേകിച്ച് പറയേണ്ട അറിയില്ല, മിനിമൽ ലഗേജ് എടുക്കുക. അതായത് നമ്മളെ കൊണ്ട് പറ്റാവുന്നതിലും കുറച്ച് ക്ലോത്ത്സ് മാത്രം എടുക്കുക. സ്റ്റൈലിനേക്കാളും കൂടുതൽ കംഫർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഒരു ജീൻസും ഒരു എന്താ പറയണ്ടേ, നമ്മുടെ കാർഗോ പോലത്തെ ഒരു പാന്റുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് മെയിൻ ആയിട്ട്. പിന്നെ വരുണും സെയിം, വരുൺ ജീൻസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാർഗോ പാൻസും, പിന്നെ നമ്മൾ വീട്ടിലിടുന്ന കുറച്ച് ടീഷർട്ട്സും കുറെ അണ്ടർവെയർസും. നമുക്ക് എപ്പോഴും നമ്മുടെ അണ്ടർവെയർസ് കഴുകാൻ പറ്റണമെന്നില്ല, നമുക്ക് എല്ലാ ദിവസവും കുളിക്കാൻ പറ്റണമെന്നില്ല. സോ നമുക്ക് ബേസിക് ഹൈജീൻ എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ അണ്ടർവെയർസ് ക്യാരി ചെയ്യാന്നുള്ളതാണ്. ഞങ്ങൾ ഇഷ്ടം പോലെ ക്യാരി ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ലഗേജിലെ തുണികളിൽ മെജോറിറ്റി നമ്മുടെ അണ്ടർവെയർസ് ആയിരുന്നു. കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മെയിൻ ആയിട്ട് റൈനോക്സിന്റെ ഒരു സാഡിൽ ബാഗ് ഉണ്ടായിരുന്നു. പഴയതായിരുന്നു, ഏകദേശം ഒരു 5 കൊല്ലമായി വരുൺ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ റൈഡ ഒരു ടെയിൽ ബാഗ് തന്നിട്ടുണ്ടായിരുന്നു. ഇവളുടെ ഗറില്ലയിൽ ആ ടെയിൽ ബാഗാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹിമാലയനിൽ പിന്നെ റൈനോക്സിന്റെ സാഡിൽ ബാഗ്, അതുപോലെ ഒരു ടോപ്പ് ബോക്സ് കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 65 ലിറ്ററിന്റെ ടോപ്പ് ബോക്സ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 17 ഇഞ്ചിന്റെ ലാപ്ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ റൈഡയുടെ തന്നെ ഒരു ടാങ്ക് ബാഗ് ഉണ്ടായിരുന്നു, മാഗ്നറ്റിക് ടാങ്ക് ബാഗ് ആണ്. അതിന്റെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല, ഇവിടെ വീഡിയോ താഴെ എങ്ങനെ കൊടുക്കാം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മുടെ മിക്കവാറും സാധനങ്ങളൊക്കെ അതിൽ, നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങളിൽ ലിറ്ററലി ഇൻക്ലൂഡിങ് ആ ഒരു ഡ്രോൺ ഞങ്ങൾ വെച്ചത് ആ ഒരു ടാങ്ക് ബാഗിലായിരുന്നു. അത് നമുക്ക് ബാക്ക് പാക്ക് ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. ഞങ്ങള് കേരളത്തിന് പുറപ്പെടുന്ന സമയത്ത് മൺസൂൺ ആയിരുന്നു ഇവിടെ, കേരളം, കർണാടകം, അത് കഴിഞ്ഞ് മഹാരാഷ്ട്രയിലും മഴയായിരുന്നു. ആ സമയത്ത് നമ്മുടെ റെയിൻ ലെയേഴ്സ്, പിന്നെ ഗ്ലൗസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പൊ പെട്ടെന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് അതെടുത്ത് ഇട്ട് ഇപ്പോഴത്തത് അതിന്റെ അകത്ത് നമ്മുടെ നോർമൽ നോർമൽ ഗ്ലൗസ് അതെടുത്ത് അതിനുള്ളിൽ വെക്കാൻ പറ്റുമായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് മഹാരാഷ്ട്രയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊക്കെ പോയി വെയിലായ സമയത്ത് നമ്മുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഫുള്ള് നമ്മുടെ ഡ്രോൺ അടക്കം ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. സോ വി ഫെൽറ്റ് ദാറ്റ് റിയലി അമേസിംഗ്. നമ്മൾ വിയാട്രേന്റെ ഒരു ക്ലോ പ്രോ എന്ന് പറയുന്ന ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ വി കുഡിന്റ് യൂസ് ഇറ്റ്. വിചാരിച്ചത്രയും സ്പേസ് അതിലില്ലാത്ത പോലെ. ഞാൻ ഈ റൈഡേന്റെ ടെയിൽ ബാഗ്, അത് കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ടെയിൽ ബാഗ് ആണ്. ഞാനത് ഗറില്ലയിൽ വെക്കുന്ന സമയത്ത് ഗറില്ലയിൽ നമുക്ക് ബാക്ക് സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ആ സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ അത് നിക്കോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഇത്രയും ലോങ് റൈഡ് ആണ്. പക്ഷെ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇതിനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഇതിനാകെ 4 വള്ളികളേ ഉള്ളൂ, 4 ലൈക്ക് എന്താ ക്ലിപ്പ് ഓൺ സാധനങ്ങൾ. അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് എവിടെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെരി ഈസി. റൈനോക്സിന്റെ സാഡിൽ ബാഗിന് ഒരു റെയിൻ കവർ കൂടി ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ വാട്ടർ പ്രൂഫ് ആവുന്നുണ്ടായിരുന്നുള്ളൂ. റേഡയുടെ വാട്ടർ പ്രൂഫ് ആണ്, ഓൾറെഡി വാട്ടർ പ്രൂഫ് ആണ്. സത്യം പറയാലോ, ഒരു പെർസെന്റേജ് പോലും ഞങ്ങളുടെ തുണികളാ പെരും മഴയത്താണ് ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരിക്കൽ പോലും ഞങ്ങളുടെ തുണികൾ നനയോ ചെളിയാവോ ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല, ചെളി മൊത്തം തെറിക്കുന്നുണ്ട് ബാഗിന്. ബാഗ് ഈസ് ലൈക്ക് അതിന്റെ മോസ്റ്റ് ഡേർട്ടിയസ്റ്റ് കണ്ടീഷനിലാണ്. പക്ഷെ ഉള്ളിലുള്ള തുണികൾക്കോ സാധനങ്ങൾക്കോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ ദിവസം മാത്രം നമുക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, അത്രയും മഴ ആയതുകൊണ്ട്. പക്ഷെ അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളൊരു ഫ്രെയിം ബാഗ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അത്ര റെക്കമെൻഡ് ചെയ്യില്ല, ഗാർഡിയൻ ഗിയേഴ്സിന്റെ ആണ്. ആക്ച്വലി ഹിമാലയൻ 411 ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ വാങ്ങിച്ചായിരുന്നു അത്. ഹിമാലയൻ 411 അത് മൗണ്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നോട്ട് ഈസി അറ്റ് ഓൾ. 450 അതും മൗണ്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ 5 ലിറ്ററിന്റെ ക്യാൻ വാങ്ങിച്ച സമയത്ത് എന്തോ ഭയത്തിന് അത് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയി. അതാണ് ഞങ്ങൾക്ക് അതിനെ കൊണ്ട് തോന്നിയ ഏക യൂസ്. ഹിമാലയയിൽ നിങ്ങൾ 65 ലിറ്ററിന്റെ ടോപ്പ് ബോക്സ് യൂസ് ചെയ്യരുത് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം ഓഫ് റോഡ് ഒക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര പ്ലേ ഉണ്ട് അതിന്, ഇങ്ങനെ കുലുങ്ങുന്നത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അങ്ങനെ കാണുന്ന സമയത്ത് നമുക്കൊരു ടെൻഷനാണ്, ഇത് പൊട്ടി വീഴോ. അങ്ങനെ പൊട്ടി വീണ് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേറെ ലാപ്ടോപ്പാണ് ഞങ്ങള്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അതിനകത്ത് വേറെ ഒന്നും ഞങ്ങൾ വെച്ചിട്ടില്ല. ആ ഒരു ലാപ്ടോപ്പും കുറച്ച് ലൈക്ക് വിന്റർ ലേസ്, വെയിറ്റ്ലെസ് ആയിട്ടുള്ള വിന്റർ ലേസ് ആണ് ആകെ അതിനകത്ത് വെച്ചിട്ടുള്ളത്. ഓക്സിജൻ ക്യാനും. നമ്മൾ ആ 65 ലിറ്ററിന്റെ ടോപ്പ് ബോക്സ് നിങ്ങൾക്ക് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കുറച്ച് 45 ഒക്കെ ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. 45 എടുത്തിട്ട് ലഡാക്കിന്റെ ഓഫ് റോഡ് ഒക്കെ പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. വരുൺ അതുകൊണ്ട് പ്രോപ്പർ ഒരു ഓഫ് റോഡ് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എണീറ്റ് നിന്ന് ഓടിക്കാനും ആ ഒരു വണ്ടീന്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ അവനത്. ഇവള് ഗറില്ലയില് ഓഫ് റോഡ് നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് ഞാൻ മെല്ലെയാണ് പോയിക്കൊണ്ടിരുന്നത്. വിന്റർ ലേയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഡെക്കാത്തലോണിന്റെ -5 ജാക്കറ്റ് ആണ് രണ്ടുപേരും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഡെക്കാത്തലോണിന് തന്നെ കിട്ടുന്ന ഫ്ലീസ് എന്ന് പറയും, അതൊരു തെർമൽ ലെയർ ആണ്. നമ്മുടെ നോർമൽ ക്ലോത്ത്സിന്റെ ഉള്ളിലും അല്ലെങ്കിൽ റൈഡിംഗ് ഗിയേഴ്സിന്റെ നമ്മളിപ്പോ എന്താണ് നമ്മുടെ കംപ്രഷൻ സൂട്ടൊക്കെ ഇടുന്നില്ലേ, ഇന്നർ ലേയേഴ്സ് ഇടുന്നില്ലേ, അതേപോലെ നമുക്ക് ഇടാൻ പറ്റുന്ന ലെയർ ആണത്. സോ അത് ഇടുക, മൾട്ടിപ്പിൾ ടീഷർട്ട്സ് ഇടുക, റൈഡിംഗ് നമ്മുടെ റൈനോക്സിന്റെ അതല്ലെങ്കിൽ നിങ്ങൾ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത് അവരുടെ തെർമൽ ലേയേഴ്സ്, അതായത് റൈഡിംഗ് ഗിയേഴ്സിന്റെ തെർമൽ ലേയേഴ്സ് ഇടുക. അതിന്റെ മേലെ നിങ്ങളുടെ റൈഡിംഗ് ജാക്കറ്റും പാന്റും ഇടുക. അതേപോലെ കയ്യിലും അങ്ങനെ ഡെക്കാത്തലോണിന്റെ തന്നെ ഒരു ഗ്ലൗസ് കിട്ടാനുണ്ട്, അതും വിന്റർ ഗ്ലൗസ് ആണ്. അത് നമുക്ക് യൂസ് ചെയ്തിട്ട് അതിന്റെ മേലെ കൂടി നമുക്ക് റൈഡിംഗ് ഗ്ലൗസ് യൂസ് ചെയ്യാം. ഡിസ്കംഫർട്ട് ഒന്നും ഇല്ല, ഇനീഷ്യലി അത് ഫിഗർ ഔട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതേപോലെ ഡെക്കാത്തലോണിൽ തന്നെ കിട്ടുന്ന ചോഫേഴ്സും വാമേഴ്സും ഉണ്ട്. അതായത് നമുക്കൊരു ഹീറ്റ് പാച്ച് ആണ്, നമുക്ക് നല്ലോണം നമ്മളിത് യൂസ് ചെയ്തിട്ടില്ല, നല്ലോണം തണുക്കുന്ന സമയത്ത് നമുക്കത് ഗ്ലൗസിനും കാലിലും ഒക്കെ ഇട്ട് വെക്കാൻ പറ്റും. അത് നമുക്ക് കുറച്ച് സമയത്തേക്ക് ഒരു ഹീറ്റ് പ്രൊവൈഡ് ചെയ്യും. സോ തെർമൽ ലേയേഴ്സ് എന്ന് പറയാൻ ഞങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ക്ലോത്ത്സും അല്ലെങ്കിൽ തെർമൽ ലേയേഴ്സും കാര്യങ്ങളൊന്നും അല്ലാതെ ഞങ്ങൾ ക്യാരി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒരു പങ്ക്ചർ റിപ്പയർ കിറ്റ് ആണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബൈക്സ് ട്യൂബ്ലെസ് ആയതുകൊണ്ട് തന്നെ ഒരു പങ്ക്ചർ റിപ്പയർ കിറ്റും ഒരു ടയർ ഇൻഫ്ലേറ്ററും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല, അല്ല വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, സോറി. നമ്മൾ ഒരു ടയർ ഇൻഫ്ലേറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പോട്രോണിക്സിന്റെ വായു 7. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ രണ്ടുപേരുടെയും 2 ടയറും ഇൻഫ്ലേറ്റ് ചെയ്തതിനു ശേഷവും അതിൽ ചാർജ് ബാക്കിയുണ്ട്. പിന്നെ ഇപ്പോഴും ഞങ്ങൾ കാറിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണത്. പിന്നെ അതുകൂടാതെ നമ്മൾ യൂസ് ചെയ്ത ഒരു സാധനമാണ് ഓക്സിജൻ കാനിസ്റ്റർ. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നിൽ നിന്ന് 250 പമ്പ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. 250 റുപ്പീസോ അങ്ങനെ എന്തോ ആണ്, 500 റുപ്പീസിൽ താഴെയാണ് അതിന്റെ ചാർജ്. ആമസോണിൽ ഞങ്ങൾ വാങ്ങിയതാണ്. അതിൽ ഒരു നേരം നമുക്ക് 5 പമ്പാണ് നമ്മൾ യൂസ് ചെയ്യാൻ പറയുന്നത് അവര്. എല്ലാ പ്രൊഡക്റ്റിന്റെയും ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുക്കാം. പിന്നെ ഞങ്ങള് എല്ലാ സമയത്തും ഫുഡ് കിട്ടണമെന്നില്ല, അതല്ലെങ്കിൽ എല്ലാ സമയത്തും നമുക്ക് കഴിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രൈ ഫ്രൂട്ട്സും അതേപോലെ നട്ട്സും ഒക്കെ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു.
ചില സമയത്ത് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നു. ചില സ്ഥലങ്ങളിൽ നമുക്ക് രാവിലെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടണമെന്നില്ല, അതല്ലെങ്കിൽ കുറെ സ്ട്രെച്ചിൽ കിട്ടണമെന്നില്ല. സോ ആ സമയത്തൊക്കെ ഞങ്ങള് സർവൈവ് ചെയ്തത് അങ്ങനെയായിരുന്നു. ബീങ് എ വുമൺ, ഞാനൊരു മെൻസ്ട്രൽ കപ്പ് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സിറോണ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു മെൻസ്ട്രൽ കപ്പ് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ ഒരു റൈഡിന്റെ സമയത്ത് നമ്മൾ പാഡ് വെക്കുക, അല്ലെങ്കിൽ പാഡ് മാറ്റുക, പീരീഡ്സിന്റെ സമയത്ത് പാഡ് മാറ്റുക എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. സോ ഓൾവേസ് നിങ്ങളൊരു വുമൺ ആണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനോ ഫാമിലിക്കോ സിസ്റ്ററിനോ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇത് അയച്ചു കൊടുക്കാം. എപ്പോഴും നിങ്ങളൊരു റീയൂസബിൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് ഹൈജീനിക് ആണ്, അതേപോലെ തന്നെ ഈസി ടു ക്യാരി ആണ്, നമുക്ക് ഡിസ്പോസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ നമുക്ക് പൊല്യൂഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓൾവേസ് I always carry a menstrual cup, reusable menstrual cup. സ്റ്റാൻഡ് എൻ പി, എന്റെ അടുത്തൊരു സ്റ്റാൻഡ് എൻ പി എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ബോയ്സിനെ പോലെ നിന്നിട്ട് നമുക്ക് മൂത്രം ഒഴിക്കാൻ, യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ റൈഡിംഗ് ഗിയേഴ്സിൽ നമുക്ക് നിന്നിട്ട്, അതായത് നമുക്ക് ഈ സിപ്പറിന്റെ ഇടയിലേക്ക് കൂടി ഈ ഒരു സാധനം ഇൻസേർട്ട് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. നമ്മളിപ്പോ ഒരു സ്കേർട്ടോ അല്ലെങ്കിൽ ഒരു നോർമൽ ക്ലോത്ത്സിലൊക്കെ ആണെങ്കിൽ ഇറ്റ് വുഡ് ബി മച്ച് ഈസിയർ. അതേപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു പ്രൊഡക്റ്റ് കുറച്ചുകൂടി യൂസ്ഫുൾ എന്ന് പറയുന്നത് ടോയ്ലറ്റ് കിട്ടാത്ത സിറ്റുവേഷനിലല്ല, പക്ഷെ ഒട്ടും ക്ലീൻ അല്ലാത്തൊരു ടോയ്ലറ്റിലെ സമയത്ത് നമുക്കത് എന്തായാലും നമുക്ക് യൂസ് ചെയ്തേ പറ്റൂ. പക്ഷെ ടോയ്ലറ്റ് ഒട്ടും ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം ഒരു പ്രൈവസി ഉള്ള സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് വി ഹാവ് ടു നമ്മുടെ പാന്റ് താത്തിയിട്ട് വേണം നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് ഒരു റൈഡിൽ എനിക്കത് അത്ര യൂസ്ഫുൾ ആയിട്ട് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ കഴിഞ്ഞ റൈഡിൽ ഞങ്ങൾ ചെയ്തൊരു മണ്ടത്തരം, അതായത് ഞങ്ങളൊരു സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു സാധനം ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങളൊരു പെപ്പർ സ്പ്രേ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക്ഫുള്ളി ഞങ്ങൾക്ക് അത് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ ഒരു സ്വിസ് നൈഫ്, അതിന്റെ ഒരു ഡ്യൂപ്പ്, കുറച്ചുകൂടി ഒരു ബജറ്റ് ഫ്രണ്ട്ലി സാധനം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ രണ്ടിന്റെയും യൂസ് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. വി ആർ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. പിന്നെ ഡയമോക്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ബേസിക് ആയിട്ടുള്ള മെഡിസിൻസ്, സിട്രസിൻ, പാരസിറ്റമോള്, അങ്ങനത്തെ കുറച്ച് പാൻഡോപ്പ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, ടൈഗർ ബാം, ആക്സോയിൽ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, മൂവ് സ്പ്രേ, അതല്ലെങ്കിൽ മൂവിന്റെ ഓയിന്റ്മെന്റ്. നമുക്ക് എപ്പോഴാണ് ക്രാംസ് വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ അങ്ങനെ അത് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രിസ്ക്രിപ്ഷൻ അടക്കം നിങ്ങൾ എടുക്കുക. നമ്മൾ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് അത് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയിട്ട് പോവുക. പ്രത്യേകിച്ച് നോർത്തിലേക്ക്, അതല്ലെങ്കിൽ നോർത്തിലേക്ക് നല്ല ലഡാക്കിലൊക്കെ പോകുമ്പോൾ എല്ലാ മെഡിസിനും എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കണം എന്നില്ല. അപ്പോ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിൻ അവിടെ ചെന്ന് വാങ്ങാതെ കയ്യിൽ ക്യാരി ചെയ്യുക റൈഡിന്റെ സമയത്ത് തന്നെ. അഥവാ നിങ്ങൾക്കിപ്പോ കണ്ണ് കാണുന്നില്ല, കണ്ണട, പവറുള്ള കണ്ണട തന്നെ എപ്പോഴും യൂസ് ചെയ്യണം എന്നാണെങ്കിൽ ഒരു ബാക്കപ്പ് ആയിട്ട് ഒരു കണ്ണട കൂടി എടുക്കുക. അതെ, നമുക്ക് നമ്മുടെ റൈഡ് ഈസിയർ ആക്കുകയാണ് വേണ്ടത്. അവിടെ എത്തിയിട്ട് കാര്യങ്ങൾ ഡിഫിക്കൽട്ട് ആക്കുന്നതിന് പകരം നമുക്ക് ഇവിടുന്ന് ക്യാരി ചെയ്യാൻ പറ്റുന്ന ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാരി ചെയ്യാനാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ 3 പിൻ പ്ലഗ് അല്ലെങ്കിൽ അഡാപ്റ്റർ, എക്സ്റ്റൻഷൻ കോഡ്, നമ്മൾ അതൊക്കെ ഞങ്ങളും ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുപോകാൻ മറന്നൊരു കാര്യം എന്നല്ല, ഞങ്ങള് തൽക്കാലത്തേക്ക് ഒഴിവാക്കിയ ഒരു സാധനമാണ് സൺ ഗ്ലാസ്. പ്രോപ്പർ റൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെൽമെറ്റിന്റെ ഉണ്ടല്ലോ, നമുക്ക് അതുകൊണ്ട് ആവശ്യം വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ നോർമൽ ഇന്നർ വൈസറിനെ കൊണ്ട് ഒരു കാര്യമില്ല അവിടുത്തെ വെയില് നമ്മുടെ കണ്ണിലടിക്കുന്ന സമയത്ത്. ഈ ലഡാക്ക് പോലത്തെ റീജിയണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സൺഗ്ലാസുകൾ വേറെ തന്നെയാണ്. അത് ഡെക്കാത്തലോണിൽ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു 3000-4000 ഒക്കെ ഉണ്ട് പ്രൈസ്. അതുകൊണ്ട് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചതായിരുന്നു ആ ഒരു സമയത്ത്. ഇതിന്റെ കാറ്റഗറി അവര് എന്തോന്ന് പറയുന്നുണ്ട്. ഒരു 3 ടൈപ്പ് കാറ്റഗറിയാണ് വരുന്നത്. ഒന്ന് നോർമൽ, നമുക്ക് എവിടെ വേണമെങ്കിൽ പോകുമ്പോൾ എടുക്കാൻ പറ്റുന്നത്. പിന്നെ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ പ്രൈസും പ്രൊട്ടക്ഷനും എല്ലാം കൂടി വരും. സോ ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ പോകുന്ന ഒരു സാധനം അതാണ്. ഡെഫിനറ്റ്ലി വിൽ ഗോണ ഇൻവെസ്റ്റ്. ഞങ്ങളത് വാങ്ങും. കാരണം ഞങ്ങളുടെ റൈഡിന്റെ ഇടയിൽ സണ്ണ് ജസ്റ്റ് ഓപ്പോസിറ്റ്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ആ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെയായിരുന്നു ആ സൂര്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് കാണുന്നുണ്ടായിരുന്നില്ല ലിറ്ററലി. ഇങ്ങനെ ഒരു കയ്യിൽ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടാണ് ഞങ്ങൾ റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് റിയലി ഡിഫിക്കൽട്ട്. സോ ഞങ്ങൾ കാണിച്ച ഈ ഒരു മണ്ടത്തിനെ നിങ്ങൾ ഒരിക്കലും കാണിക്കാതിരിക്കാന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വേറെ ഒരു കാര്യം, നിങ്ങൾ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിലൂടെ നിങ്ങൾ സ്കിൻ കെയർ ഡെഫിനറ്റ്ലി ചെയ്യുക. ഞാൻ സ്കിപ്പ് ചെയ്തൊരു കാര്യമാണ്. സ്കിപ്പ് ചെയ്ത് ഇൻ ദ സെൻസ് അധികം കെയർ ചെയ്യാതിരുന്ന ഒരു കാര്യമായിരുന്നു എന്റെ സ്കിൻ. പക്ഷെ മണാലി എത്തുമ്പോഴത്തേക്കും എന്റെ സ്കിൻ വാസ് അറ്റ് ഇറ്റ്സ് വേഴ്സ്റ്റ് കണ്ടീഷൻ. തുടക്കത്തിൽ ഭയങ്കര ആവേശമായിരുന്നു ആദ്യത്തെ 2 ദിവസം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവൾ മണാലി എത്തുന്നവരെ അധികം അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നർ വൈസർ ഇട്ടിട്ട് മാത്രമേ ഓടിച്ചൂടൂ എന്ന് പറഞ്ഞാലും ചിലരൊന്നും അത് കേൾക്കാറില്ല. എനിക്ക് എന്തോ ചില സമയത്ത് ഭയങ്കര ഡിസ്കംഫർട്ടാണ്. ആ
എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഭാഗം മാത്രം ചുവന്ന് അവിടുത്തെ എന്താ പറയാ Skin. സ്കിന്നൊക്കെ എന്റെ പറഞ്ഞു മുഖത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു പ്രശ്നങ്ങൾ ഇപ്പോഴും കാണുന്നുണ്ട്. സോ യു ഷുഡ് ഇൻവെസ്റ്റ് ഇൻ എ വെരി ഗുഡ് സൺസ്ക്രീൻ. SPF 60, 50 എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹയർ SPF ഉള്ള സാധനം 70 എത്രയാന്ന് വെച്ചാൽ നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതേപോലെ ഒരു നല്ല മോയ്സ്ചറൈസർ. നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്ന മോയ്സ്ചറൈസർ അവിടെ വർക്ക് ചെയ്യണമെന്നില്ല, പക്ഷെ അതുകൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ കുറച്ചുകൂടി തിക്കർ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ. ഈവൻ ബോറോലിന്റെ ഒരു ക്രീം ഉണ്ട്, അത് ചെറിയ പൈസയേ ഉള്ളൂ, പക്ഷെ ദാറ്റ് വർക്ക്സ് വെൽ. ലിപ് ബാം, വാസലിൻ റിയലി വർക്ക്സ് വെൽ. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നിങ്ങൾ ക്യാരി ചെയ്യുക. നമ്മൾ ബോയ്സ് ആണ്, നമ്മൾ ക്യാരി ചെയ്യില്ല അങ്ങനെയൊന്നുമല്ല. വരുണാണെങ്കിലും എനിക്കാണെങ്കിലും എന്റെ പ്രോഡക്ട്സ് ഈക്വലി യൂസ്ഫുൾ ആയിരുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഡിലൊക്കെ കണ്ടിട്ട് ഇന്നൊരു സാധനം നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഒരു സാധനം വാങ്ങിച്ചിട്ട് പോവാതിരിക്കുക. നേരത്തെ യൂസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ സ്കിന്നിന് അത് ഓക്കെ ആണോ. ഒന്നും വർക്ക് ചെയ്യുന്നില്ലെങ്കിലും വാസലിൻ വർക്ക് ചെയ്യും. നത്തിങ് ക്യാൻ ഗോ റോങ് വിത്ത് വാസലിൻ, അത് ഉറപ്പാണ്. സ്കിൻ കെയർ എന്ന് പറയുന്നത് എല്ലാവർക്കും സ്കിൻ ഉണ്ടായതുകൊണ്ട് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് ഞങ്ങൾ ഈ റൈഡിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷിലും ഒക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. സെറ്റാഫിൽ ഇസ് എ ഗുഡ് ഫേസ് വാഷ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും യൂസ്ഫുൾ ആയിരുന്നു അത്. സെറ്റാഫിലിന്റെ തന്നെ ഒരു മോയ്സ്ചറൈസറും ഫേസ് വാഷും ഒബ്വിയസ്ലി എക്സ്പെൻസീവ് ആണ്. മിനിമലിസ്റ്റിന്റെ ഒരു സൺസ്ക്രീൻ, മിനിമലിസ്റ്റിന്റെ SPF 60 എന്ന് പറയുന്ന ഒരു സൺസ്ക്രീൻ ആണ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ഫുൾ ടൈം യൂസ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് റൈഡ് കഴിഞ്ഞ് വന്നിട്ടും അല്ലെങ്കിൽ റൈഡിന്റെ ഇടയിലൊക്കെ സിവിയർ പ്രശ്നങ്ങൾ എന്റെ ഫേസിൽ വന്നേ. സോ ഇതൊന്നും സ്പോൺസേർഡ് അല്ല ഗൈസ്. നിങ്ങൾ താല്പര്യമുള്ള പ്രോഡക്ട്സ് നിങ്ങൾക്ക് വാങ്ങാം. ഞങ്ങൾക്ക് ഏതാണ് യൂസ് ആയതെന്ന് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. അതെ, അതുപോലെ ആർക്കെങ്കിലും ഇതുപോലെ സ്പോൺസർഷിപ്പ് യു ഗൈസ് ക്യാൻ അപ്രോച്ച് us. Yeah, definitely. പിന്നെ ഞങ്ങൾ ക്യാരി ചെയ്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പവർ ബാങ്ക്സ്. 2 എല്ലായിടത്തും നമുക്ക് നെറ്റ്വർക്ക് അല്ല, പവർ അവൈലബിലിറ്റി ഉണ്ടാവില്ല, എസ്പെഷ്യലി ലേ ലഡാക്കില്. അപ്പോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫോണിൽ ചാർജ് വേണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ക്യാരി എ പവർ ബാങ്ക്. നമ്മളിപ്പോ രാത്രി പവർ ബാങ്കിൽ എല്ലാം കുത്തിയിടും അങ്ങനത്തെ ചെയ്യും. വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് നമുക്ക് വണ്ടിയിൽ തന്നെ ഒരു USB സോക്കറ്റ് ഉണ്ട്, ഇപ്പോ നേരിട്ട് പവർ ബാങ്ക് ചാർജ് ചെയ്യും. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇറ്റ് വാസ് റിയലി യൂസ്ഫുൾ ഫോർ us. പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ക്യാരി ചെയ്യാത്തൊരു കാര്യം നിങ്ങൾക്ക് ക്യാരി ചെയ്യണം എന്നുള്ളത്, ഒരു ട്രൈപോഡ് ക്യാരി ചെയ്ത് എപ്പോഴും നല്ലതായിരിക്കും. നിങ്ങൾ സോളോ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കപ്പിളായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ നാട്ടുകാരോട് ഫോട്ടോ എടുത്ത് തരാൻ പറയേണ്ടി വരില്ല. ഞങ്ങളത് മറന്നുപോയതാണ്. ആക്ച്വലി ഞങ്ങളുടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളത് മറന്നുപോയി എടുക്കാൻ വേണ്ടിയിട്ട്. ലൂമിസ്റ്റിക് അല്ലേ ഇത്? ഇത് ലൂമിസ്റ്റിക്. ഞങ്ങളിപ്പോ കറന്റ് യൂസ് ചെയ്യുന്ന ലൂമിസ്റ്റിക് എന്ന് പറയുന്ന ഒരു ഫോട്ടോണിക്സിന്റെ ലൂമിസ്റ്റിക്. ലൂമിസ്റ്റിക് 2 അതിൽ തന്നെ ബ്ലൂടൂത്തിന്റെ ഇതൊക്കെ വരുന്നുണ്ട്. ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. ഫോട്ടോണിക്സ്, ഇഫ് യു ഗൈസ് ആർ സീയിങ് ദിസ് വീഡിയോ പ്ലീസ് സ്പോൺസർ us. ഫോട്ടോണിക്സിന്റെ കുറെ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വയർലെസ് മൗസ്, ഈ ലൂമിസ്റ്റിക്, അതേപോലെ ടയർ ഇൻഫ്ലേറ്റർ എല്ലാം ഞങ്ങൾ യൂസ് ചെയ്ത ഫോട്ടോണിക്സിന്റെ ആണ്. നിങ്ങൾ ബൈക്ക് റെന്റ് എടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മണാലിന്നോ അങ്ങനെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് വേറെ സ്റ്റേറ്റ്സ് നിന്ന് റെന്റിന് എടുത്തിട്ട് ലഡാക്ക് സർക്യൂട്ട് ചെയ്യാൻ നോക്കരുത്, നടക്കില്ല. അവർ ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ RC ഒക്കെ ആരുടെ പേരിലാണെന്നൊക്കെ നോക്കുന്നത്. നമ്മുടെ പേരിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ആയിട്ട് ഫാദർ മദർ അങ്ങനെ എന്തെങ്കിലും. പിന്നെന്തോ NOC ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സിന്റെ ബൈക്ക് ക്യാരി ചെയ്യാൻ കൊണ്ടുപോകാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പൊ വേറെ സ്റ്റേറ്റ്സിൽ നിന്നുള്ള റെന്റൽ ബൈക്സ് കൊണ്ടുപോകാതിരിക്കുക. മാക്സിമം നിങ്ങളുടെ സ്വന്തം ബൈക്സ് എടുക്കുക. റെന്റൽ ബൈക്സ് എടുക്കുമ്പോൾ നോക്കിയും കണ്ടും എടുക്കുക, പണി കിട്ടാൻ സാധ്യതയുണ്ട്. ലഡാക്കിൽ നിന്ന് റെന്റൽ ബൈക്ക് എടുത്തിട്ട് നമുക്ക് പോകുന്നതിന് കുഴപ്പം. അതെ, ലേന്ന് നമുക്ക് റെന്റൽസ് ഇഷ്ടംപോലെ റെന്റൽസ് ഉണ്ട്. മിക്കവാറും റോയൽ എൻഫീൽഡിന്റെ ബൈക്കുകൾ തന്നെയാണ്, കാരണം റോയൽ എൻഫീൽഡ് സർവീസ് സെന്റർ ഉണ്ട് അവിടെ. റോയൽ എൻഫീൽഡിന്റെ തന്നെ RSA ഉണ്ട്. ഞങ്ങൾ റോയൽ എൻഫീൽഡിന്റെ സർവീസ് സെന്റേഴ്സും റോയൽ എൻഫീൽഡിന്റെ ബൈക്കുകളുമാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് റെന്റൽസിനാണെങ്കിലും. പിന്നെ KTMന്റെ ബൈക്സ് കണ്ടിട്ടുണ്ട്. അപ്പോ ലഡാക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയും ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് കാണാൻ പറ്റുമെങ്കിൽ കാണാം. നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടും. പിന്നെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഡെഫിനറ്റ്ലി നിങ്ങളായിട്ടുള്ള റിസർച്ചസ് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക ആൾക്കാരെ. എന്നെ കോൺടാക്ട് ചെയ്യുന്നവർക്ക് മിക്ക ആൾക്കാർക്കും ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ലഡാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അത്രയും ഭീകരതയൊന്നും ലഡാക്കിനില്ല. ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെ കൊണ്ട് ഡൂവബിൾ ആണ്. പണ്ടൊക്കെയാണ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം. ഇതിപ്പോ ഞങ്ങൾ രണ്ടുപേരും വരുണ്ട ആദ്യത്തെ പ്രാവശ്യമാണ്. ഇങ്ങനെ കേരളത്തിൽ നിന്ന് ലഡാക്കിലേക്ക് ഞാൻ ആദ്യത്തെ പ്രാവശ്യമാണ്. സോ റൂട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ റിസർച്ച് ചെയ്ത് ഞങ്ങളായിട്ട് കണ്ടുപിടിച്ച വഴികളും പിന്നെ കുറച്ച് ഹെൽപ്പ് ഉണ്ടായിരുന്നു, ഒബ്വിയസ്ലി ഹെൽപ്പ് ഉണ്ടായിരുന്നു കുറച്ച് പേരുടെ. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു റൈഡ് കംപ്ലീറ്റ് ചെയ്തത്. നിങ്ങളെ കൊണ്ട് പറ്റാത്തതോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ കൊണ്ട് മാത്രം പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ല ലഡാക്ക് റൈഡ്. ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വണ്ടിയും നിങ്ങളുടെ റൈഡിംഗ് ഗിയർസും കാര്യങ്ങളൊന്നും മാറ്റർ ചെയ്യുന്നില്ല. നിങ്ങളുടെ വില്ലാണ് ശരിക്കും മാറ്റർ ചെയ്യുന്നത്. ഞങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവാ. അപ്പോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമ്മൾ ഈ 2 വീഡിയോന്റെ ലിങ്കും നിങ്ങൾക്ക് കമന്റിൽ അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.